പ്രിയമുള്ളവരെ, അത്യധികം രസാവഹമായ ചില സംഭവ വികാസങ്ങളാണ് ഇസ്ലാം ക്രൈസ്തവ ചർച്ചകളിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ബഹുമാനനായ എം അക്ബറും ആരിസ് മദനിയും മുജാഹിദ് വാലിശ്ശേരിയും പോയ വഴിയെ മുഹമ്മദ് ഈസയും നേരെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ അരികിലേക്ക് പതുക്കെ പോയി കഴിഞ്ഞു. അള്ളാഹു പണ്ടേ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയിട്ട് ആ വെല്ലുവിളി ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു മലക്കിനെ പോലും നിർത്താതെ ഓടി ഒളിച്ചു കളഞ്ഞു. അള്ളാഹുവിന് കഴിയാത്തത് അള്ളാഹുവിൻ്റെ അടിമകൾക്ക് എങ്ങനെയാണ് സാധിക്കുക? ഏതായാലും അള്ളാഹു ചെന്നുപെട്ട ഒരു വല്ലാത്ത പതനം നമ്മൾ എന്ത് ചെയ്യാൻ? ഞങ്ങൾ നിസ്സഹായരാണ് നിങ്ങളെ രക്ഷിക്കാൻ. ഈ അബദ്ധമൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ക്രൈസ്തവരെ ചൊറിയാൻ പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നുണ്ടോ? അതല്ലേ ഇന്ന് ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ നമ്മുടെ വിശകലനത്തിലേക്ക് ഒന്ന് കിടക്കുകയാണ്. നമ്മളിന്ന് സൗദി അറേബ്യ എന്നറിയപ്പെടുന്ന അറേബ്യൻ പെനിൻസുലായിൽ മക്ക മുനിസിപ്പാലിറ്റിയിൽ ഖുറൈശി വീട്ടിൽ അള്ളാഹു എന്നറിയപ്പെടുന്ന ഗോത്രദേവൻ മക്കൾ ലാത്ത, മനാത്ത, ഊസ. ഇവരുടെ പേര് റേഷൻ കാർഡിൽ നിന്നും നീക്കം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം അതിൽ നിന്ന് മാറ്റി പുറത്തിറക്കിക്കൊണ്ട് ഈ അറബി മാത്രം അറിയാവുന്ന ഗോത്രദേവനെ മുഹമ്മദ് വിശ്വേശ്വരനായി പ്രതിഷ്ഠിക്കും. അദ്ദേഹത്തിന് ഒരു വ്യവസ്ഥയോടെ ഒരു കുഞ്ഞിനെ നൽകുകയും ചെയ്തു. ആ കുഞ്ഞ് സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിനെ കൊണ്ട് മുഹമ്മദ് മിറിയം എന്നു പേരായ ഒരു സ്ത്രീയുടെ ഹർജിൽ, അതായത് ജനനേന്ദ്രിയത്തിൽ ഊതി അങ്ങനെ ഒരു കുട്ടിയുണ്ടായി, ഈസ. അങ്ങനെ ഒരു കുട്ടി ഉണ്ടായെങ്കിലും തനിക്ക് മക്കളില്ല എന്ന അഭിമാന പുരസ്സരം അള്ളാഹ് പറയാറുണ്ട്. നോക്കണേ, ഒരു പിതൃത്വം പോലും ഏറ്റെടുക്കാൻ മുഹമ്മദ് അള്ളാഹയെ സമ്മതിച്ചില്ല. അങ്ങനെയുള്ള അള്ളാഹ് ഇതിനിടയ്ക്ക് ഒരു ചെറിയ ജാലിയൻ കണാരൻ തള്ളൽ തള്ളി. എന്താണെന്നറിയണ്ടേ? ഞാനൊരു കിതാബ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ കിതാബ് അതിനെ തുല്യമായ ഒരെണ്ണം നിങ്ങൾക്ക് കൊണ്ടുവരാമോ? ഇല്ല, നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ മലക്കുകളെയും ജിന്നുകളെയൊക്കെ കൂട്ടിക്കൂ, അതിലെ ഒരധ്യായം പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോകുപോയി. തൻ്റെ വെല്ലുവിളി ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കുന്നോ എന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ധൈര്യം കാണിക്കാതെ 1400 വർഷങ്ങൾ അള്ളാഹ് ഒളിച്ചിരിക്കും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകൾ ലോകത്തെവിടെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ആവർത്തിക്കുന്നു, ചുമ്മാ കയറി വെല്ലുവിളിക്കരുത്. വെല്ലുവിളിച്ചാൽ വെല്ലുവിളി ഏറ്റെടുക്കുന്നവനോട് പ്രതികരിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ എങ്കിലും കാണിക്കണം. അതുകൊണ്ട് ഈ പറയപ്പെട്ട അടിമകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നു, അള്ളാഹു പറഞ്ഞ ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അള്ളാഹു ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടിട്ടുണ്ടെങ്കിലോ അള്ളാഹുവിനെ നേരിട്ടോ ഈ മത്സര പരിപാടിയിൽ പങ്കെടുക്കാം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ രസകരമായൊരു കാര്യമായിട്ടാണ്. കാരണം മുഹമ്മദ് ഈസ ഇനി അനിൽക്കുടത്തോട്ടത്തോട് ചർച്ചയൊന്നുമില്ല. അതിൻ്റെ കാരണം മുഹമ്മദ് ഈസ നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യത്തിന് അനിൽകുമാർ അയ്യപ്പനോ അതല്ലെങ്കിൽ വർഗീസം സാമൂലിനോ ജെറി ബ്രദറിനോ അനിൽക്കുടത്തോട്ടത്തിനോ ഒന്നും ഉത്തരവില്ലാതെ ഇപ്പം എന്ത് ചെയ്യുന്നു? അതുകൊണ്ട് അദ്ദേഹം ഏതാണ്ട് വിജയിച്ചിരിക്കുന്നു. പകരം മിഷറിമാർ പുതിയ പുതിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഏതായാലും ഉത്തരം പറയുന്നില്ല. ഇനിയിപ്പോൾ ആ ചർച്ചയില്ല. കാരണം ഈസ ജയിച്ചിരിക്കുന്നു. കൊള്ളാം, ഈസ ജയിച്ചു എന്ന് ഈസയുടെ അണികളായ ഇത്തരം കുറേ അടിമകൾ കൃത്യമായിട്ട് അംഗീകരിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ വന്നിരിക്കെ ആദ്യം ഈ വീഡിയോ കാണാതെ തന്നെ പറയും ഈസയ്ക്ക് മറുപടി കൊടുക്കും, ഈസയ്ക്ക് മറുപടി കൊടുക്കും. ഈ വിഡ്ഢികൾ അറിയണ്ടേ, ഈസ എൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇവരെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ഇതിന് ഉത്തരം പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നേലും പറയാം, അല്ലെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉത്തരം തൃപ്തികരമല്ല. അപ്പോൾ മറുപടിയിൽ നിന്ന് ഒരാശയം ഉരുത്തിരിഞ്ഞിട്ട് അത് വീണ്ടും ചോദ്യമായി ചോദിക്കുക എന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ ചർച്ചകളിൽ കാണുന്ന രീതി. അല്ലാതെ എത്ര സർവശക്തന്മാരുണ്ട്, ഉത്തരം പറഞ്ഞല്ലോ. സർവശക്തനാന്ന് പറഞ്ഞാൽ ഒരാളല്ല, അത് ആളിൻ്റെ ക്വാളിറ്റിയാണ്, ആട്രിബ്യൂട്ടാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തൃത്വത്തെപ്പറ്റി പഴയ നിയമത്തിലെ ഹോവയാണോ പുതിയ നിയമത്തിലെ യേശു, ഇതൊക്കെ ഉത്തരം പറഞ്ഞപ്പോൾ പറയുക അതിനൊന്നും ഒന്നാണെന്ന് സമ്മതിച്ചു. ഉത്തരവായില്ലേ? ഉത്തരവായല്ലോ. പൗലോസിനെ പറ്റി പറഞ്ഞപ്പോൾ പൗലോസിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അനിൽക്കുടത്തോട്ടത്തെ ദുഃഖിപ്പിച്ചു. അപ്പോൾ ഉത്തരം പറയാതെ ഇത്രയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതെങ്കിലും അണികൾക്കൊന്ന് പറ. മനസ്സിലായില്ലേ?
അപ്പോൾ അതിനുള്ള മര്യാദയൊന്നും നിങ്ങൾക്കില്ലെന്നറിയാം. നിങ്ങൾ അകപ്പെട്ട പ്രതിസന്ധിയുടെ ആഴത്തെപ്പറ്റി നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഈസ മിടുക്കനാണ്, ഈസയ്ക്ക് അറിയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. ഹംസയെ പോലല്ലല്ലോ ഈസ. കുറേ നാളെങ്കിലും ക്രൈസ്തവരോടൊപ്പം നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രത്യേകമായ ദിവ്യാനുഭൂതിയിൽ ഈ കളം വിട്ട് കഴിഞ്ഞാണ് ചെന്ന് നിൽക്കുന്ന സ്ഥലത്തെ അബദ്ധവും വിവരക്കേടും ഒക്കെ പ്രിയപ്പെട്ട ഈ സുഹൃത്ത് മനസ്സിലാക്കി കഴിഞ്ഞത്. ഇനി ഞാൻ വളരെ രസകരമായൊരു കാഴ്ച നിങ്ങളെ ഇന്ന് കാണിക്കാം. ഈസയുടെ ഇതെന്ന് തോന്നുന്ന ഒരു മറുപടി, നീണ്ട ഒരു മറുപടി, ഒരു മെസ്സേജായിട്ട് അദ്ദേഹത്തിൻ്റെ സഹായി ഹംസ എനിക്ക് അയച്ചിട്ടുണ്ട്. അത് ഹംസയുടേതാകാൻ വലിയ സാധ്യതയില്ല, ആണെങ്കിൽ നല്ലത്. കാരണം ഹംസ ഫോർവേഡ് ചെയ്തതാണ്. അപ്പോൾ ഹംസ ഫോർവേഡ് ചെയ്ത ആ മെസ്സേജ് ഞാൻ എടുത്തു. പിന്നെ ഹംസ ഈ എടാ ഓടാതൊക്കെയുള്ള സംബോധനയാൽ എന്നെ വളരെ ഇപ്പോൾ കൈ കിട്ടിയ കൊന്നുകളയെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങ് ബ്ലോക്ക് ചെയ്തു. അപ്പം ഞാൻ ഈസയുടേതെന്ന് കരുതുന്നതും അദ്ദേഹത്തിൻ്റെ സഹായി ഹംസ അയച്ചു തന്നതുമായ ആ മെസ്സേജ് നിങ്ങളെ ഒന്ന് കാണിക്കാം. അത് കണ്ടിട്ട് ഇവരുടെ ആ നിലവാരം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. പാവങ്ങൾ എന്ത് ചെയ്യാനാണ്. എനിക്ക് രണ്ടുപേരോടും സഹതാപങ്ങൾ. കാരണം ഇത്തരം കാര്യങ്ങൾ ഇവർക്കും അറിയാം മ്ലേച്ഛവും ഹീനവുമൊക്കെയാണെന്ന് അറിയാം. പക്ഷെ എന്ത് ചെയ്യാം, ഇത്തരത്തിൽ ഒരു ഗോത്രദേവനെയും ആ ദേവൻ്റെ അനുഗാമിയെന്നോ അല്ലെങ്കിൽ അടിമയെന്നോ സന്ദേശവാഹകനെന്നൊക്കെയോ സ്വയം പരിചയപ്പെടുത്തിയ ഒരു മനുഷ്യൻ സമാനതകളില്ലാത്ത തിന്മകളിലൂടെയും അധപ്പതിച്ച ധാർമ്മിക ജീവിതത്തിലൂടെയും ഒക്കെ കടന്നുപോയിട്ട് ഇത് മാതൃകയാണെന്ന് മനുഷ്യരെ പഠിപ്പിച്ചതൊക്കെ നേരെ വെട്ടിവിഴുങ്ങി ജീവിക്കുന്ന പാവം മദ്രസാജീവികൾ. എന്ത് ചെയ്യാം, ഞങ്ങൾ നിസ്സഹായരാണ്. നിങ്ങൾക്ക് ബോധം വരുന്നതുവരെ ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു വിധത്തിലും ഞങ്ങളുടെ നാവടപ്പിക്കാമെന്ന് നിങ്ങൾ തൽക്കാലം ധരിക്കേണ്ടതില്ല. അതിന് വല്ല അഫ്ഗാനിസ്ഥാനിലോ അല്ലെങ്കിൽ ഹംസയുടെ ഒക്കെ പദ്ധതി പലതും എനിക്കറിയാം. ഇങ്ങനെയൊക്കെ ഏത് രൂപത്തിൽ വന്നാലും ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്കുള്ള അവകാശങ്ങൾ ഞാൻ ഉപയോഗിച്ചിരിക്കും. ഇനി അതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന ഏത് പ്രതിസന്ധിയും ഏത് ശിക്ഷയും സ്വീകരിച്ചുകൊള്ളും. ഏതായാലും അത്തരം രീതിയിലേക്ക് നമ്മുടെ ടോക്ക് പോകണ്ട. ഞാൻ ഇത്തരത്തിൽ ഇവരയച്ചു തന്ന ആ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുന്നു. കൊടിത്തോട്ടം പാസ്റ്റർ വീണ്ടും തൻ്റെ വിവരക്കേട് വിളിച്ചറിയിക്കുന്നു. ഹെഡിങ് ആണ്, കാരണം ഇൻവേർട്ടർ കോമ ഡബിൾ. കഴിഞ്ഞ രാത്രി 17/8/2024 അദ്ദേഹം പുറത്തുവിട്ട വീഡിയോയിൽ മുലകുടി ഹദീസുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് കളവുകളുടെ അതല്ലെങ്കിൽ വിവരക്കേടിൻ്റെ ഘോഷയാത്രയായിരുന്നു. തൻ്റെ ഏകദേശം 30 മിനിറ്റ് വീഡിയോയിൽ തുടക്കത്തിൽ 10 മിനിറ്റ് ഇതുമായി ബന്ധപ്പെടാത്ത വാചക കസർത്ത് നടത്തി അതിൽ വിവരക്കേടിൻ്റെ 5 ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ വിവരക്കേടിൻ്റെ 5 ചോദ്യങ്ങൾ ഞാനതിൽ ഉന്നയിച്ചു. ആ ചോദ്യങ്ങൾ എടുക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം, പ്രവാചക ജീവിതത്തിൽ നിന്നുകൊണ്ട് മാനവർക്ക് അനുകരിക്കാൻ കഴിയുന്ന 10 ഗുണങ്ങൾ. അപ്പോൾ എൻ്റെ വിവരക്കേടിൻ്റെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ കേട്ടല്ലോ സുഹൃത്തെ. ബുദ്ധൻ്റെ ഒരു അനുഗാമിയോട് നമ്മൾ ചോദിക്കുകയാണ്, ബുദ്ധഭഗവാന്റെ ജീവിതത്തിലെ 10 മാതൃക എന്ന് പറയാമെന്ന് ചോദിച്ചാൽ, ചോദ്യം ചോദിച്ചവനോട് വിവരക്കേടാണോ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ധരിക്കും? ബുദ്ധൻ്റെ ആളുകൾക്കൊക്കെ നല്ല അന്തസ്സുണ്ട്. ബുദ്ധനും അന്തസ്സുണ്ടായിരുന്നു, ബുദ്ധന് മാതൃകകളുണ്ടായിരുന്നു. അവർ വെള്ളമൊഴുകുന്ന വേഗത്തിൽ അത് പറഞ്ഞുള്ളൂ. ശ്രീനാരായണീയരോട് ചോദിക്കുക, ആദരണനായ ഗുരുദേവൻ്റെ 10 ഗുണങ്ങൾ പറയാമോ? വളരെ വേഗത്തിൽ അവരത് പറഞ്ഞു തരും. ഇവരാരും ഇത് വിവരക്കേടാണെന്ന് പറയില്ല. മറിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഹംസയ്ക്കും മുഹമ്മദ് ഈസയ്ക്കും തോന്നുകയാണ് ഇത് വിവരക്കേടാണ്. ഒരു കണക്കിന് ശരിയാണ്, ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇല്ലാത്ത കാര്യം ഇവരെങ്ങനെ പറയാനാണ്? പാവങ്ങൾ. ഞാനിവിടെയും നിങ്ങൾക്ക് മാപ്പ് തരുന്നു. അള്ളാഹുവിനെ പോലല്ല, കരുണാനിധിയും ജയലളിതയൊന്നും അല്ലെങ്കിലും നിങ്ങൾ മാപ്പർഹിക്കുന്നു സാധുക്കൾ. എന്ത് ചെയ്യുക? ഇതാണോ വിവരക്കേട്? ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ സാധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ വിവരക്കേടാണ്. മാനവരിൽ മഹോന്നതൻ്റെ 10 ഗുണം ഞാൻ ചോദിക്കരുതായിരുന്നത് വിവരക്കേട്. ഒന്ന്. രണ്ടാമത്തെ വിവരം കെട്ട ചോദ്യം നിങ്ങൾ കേട്ടോളൂ. അവരതിനെ എഴുതിയിട്ടേക്കുന്നതാണ്, എൻ്റെ ചോദ്യത്തെ ക്രോഡീകരിച്ചിട്ടിരിക്കുക. കൊള്ളാം. 2, ബൈബിളിനെ കുറിച്ച് ഖുറാന്റെ നിലപാട് എന്താണ്? ഇവരുടെ കയ്യിൽ ഇന്നുള്ള ബൈബിൾ തന്നെയാണോ മുഹമ്മദ് നബി കണ്ടത്, വായിച്ചത്? ഇന്ന് മുസ്ലിങ്ങൾ ക്രൈസ്തവർക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ മുഹമ്മദ് നബിയോ അള്ളാഹുവോ ഉന്നയിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് സാർ വിവരക്കേടാകുന്നത്? അതൊരു ചോദ്യമല്ലേ? മാറ്റി തിരുത്തി കൈ കടത്തി കാല് കടത്തി തല കടത്തി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കിതാബ് തന്നെയാണോ മുഹമ്മദ് വായിച്ചത്? അദ്ദേഹം കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ബൈബിളിനെ പറ്റിയുള്ള നിലപാടെന്തെന്ന് ചോദിച്ചാൽ
അന്തസ്സായിട്ടൊരു മറുപടി പറയുന്നതിന് പകരം ചോദ്യം വിവരക്കേടാണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നീ മുമ്പേ പറഞ്ഞ അതേ പദം വീണ്ടും പറഞ്ഞാൽ വിവരക്കേടുണ്ടതിൽ. കാരണം നിങ്ങൾക്കിത് അറിയില്ല, പറയാൻ ത്രാണിയില്ല, പറയാൻ ഗട്സില്ല. അതില്ലാത്ത നിങ്ങളോട് ഇത് ചോദിച്ചത് എൻ്റെ വിവരക്കേടാണ്, അത് ഉൾക്കൊള്ളുന്നു. ഇനി എൻ്റെ മൂന്നാമത്തെ വിവരക്കേടായി ഈസ പറഞ്ഞു വച്ചിരിക്കുന്ന വിഷയത്തിലേക്ക് നമുക്ക് വരാം. മുസ്ലിങ്ങൾ പ്രവാചകനെക്കുറിച്ച് ബൈബിളിൽ പ്രവചനമുണ്ടെന്ന് ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയോ അള്ളാഹുവോ പറഞ്ഞിട്ടുണ്ടോ? ഇതാണോ വിവരക്കേട്? നിങ്ങളാ സുഹൃത്തെ പറയുന്നത് പാരാക്ലീറ്റോസ് മുഹമ്മദാണ്. ആവർത്തനം 18-18 മുഹമ്മദുണ്ട്. ഉത്തമയുധത്തിൽ അഹമ്മദ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ പറഞ്ഞിട്ട് ഇത് മുഹമ്മദോ അള്ളാഹുവോ ഖുറാനിലോ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എങ്ങനെ വിവരക്കേടാകും? അൽക്കുടത്തോടെ 4 വിവരം കെട്ട ചോദ്യം ചോദിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് വിവരക്കേടാകുന്നത്? ഇത് ചോദിക്കാൻ പാടില്ലേ? അതോ ആ ചോദ്യം ഒന്നും പ്രസക്തമല്ലേ? നിങ്ങൾക്ക് ഉത്തരം ഇല്ലാത്തതാണെന്ന് എനിക്കറിയാം, നന്നായിട്ടറിയാം. ഒരക്ബർക്കും ഉത്തരം പറയാൻ പറ്റില്ല. നിങ്ങൾക്കൊന്നും ഉത്തരവില്ലിത്. ഓക്കെ. ഇനി 5, മുസ്ലിങ്ങൾ ഇന്ന് ആദർശപരമായി എതിർക്കുന്ന പൗലോസിനെ കുറിച്ച് പ്രവാചകനോ അള്ളാഹുവോ വിമർശനം നടത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെയാണ്? പ്രിയപ്പെട്ടവരെ, 12-13 കൃതികൾ പൗലോസിൻ്റെ ഉറപ്പായി വിശുദ്ധ ബൈബിളിലുണ്ട്. ഈ കൃതികളെ ആധാരമാക്കിക്കൊണ്ട് പുതിയ നിയമം ഇങ്ങനെ നിൽക്കുമ്പോൾ മുഹമ്മദ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈസയും നമ്മളുടെ മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഉന്നയിക്കുന്ന തരത്തിലെ വിമർശനം അള്ളാഹു എന്തുകൊണ്ട് പറഞ്ഞില്ല, മുഹമ്മദ് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞങ്ങൾ ചോദിക്കുന്ന ന്യായമല്ലേ? വിവരക്കേടാണോ? മുഹമ്മദ് പറയാത്ത, അള്ളാഹ് പറയാത്ത നിങ്ങളെന്തിനു പറയുന്നു? അത് ഞങ്ങൾ ചോദിക്കുന്നത് എങ്ങനെ വിവരക്കേടാകും? ഇനി അടുത്തത് പകുതി ഭാഗം, ബാക്കി 20 മിനിറ്റ് അദ്ദേഹം ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കി ഒരൊറ്റ ആരോപണം ഉന്നയിച്ചു. അപ്പോൾ അത്ര സമ്മതിച്ചു, ഞാൻ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയാണെന്ന് സമ്മതിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ വാക്ക് കസർത്ത് കൊണ്ട് അദ്ദേഹം പിടിപ്പത് പണിപ്പെടുന്നുണ്ട്. ഞാനെന്തിനാണ് പണിപ്പെടുന്നത്? 6-ാം നൂറ്റാണ്ടിലൊരു കാട്ടറബി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സുഖങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒരു ഗോത്രദേവനെ കൊണ്ട് ഇറക്കി അനുഭവിച്ചു പോകുന്ന സുഖങ്ങളും സൗകര്യങ്ങളും അരാജകത്വം നിറഞ്ഞ ജീവിതത്തിലും അത് വ്യാഖ്യാനിച്ച് പണിപ്പെടുന്ന നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഞാൻ നിങ്ങളെ വിമർശിക്കുമ്പോൾ എനിക്കെന്ത് പണിപ്പെടേണ്ട ആവശ്യം? അത് നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ. ഇനി അടുത്തത് കേട്ടോ. അതിനു വേണ്ടി, അതായത് ഞാൻ പണിപ്പെട്ടു പലതും ഇവർക്കെതിരെ പറയാൻ, അതിനു വേണ്ടി ഒരു തെളിവ് പോലും മുന്നോട്ട് വെക്കാൻ അടുത്തത് അതിങ്ങനെയാണ്: പ്രവാചക ജീവിതം പിൻപറ്റുവാൻ, പ്രവാചകന്റെ അധ്യാപനം അല്ലെങ്കിൽ പ്രവാചക ജീവിതം പിൻപറ്റുവാൻ സാധിക്കാത്തതാണെന്ന് വരുത്തി തീർക്കുവാൻ, എന്നാൽ അദ്ദേഹത്തിന് അതിനുവേണ്ടി ഒരു തെളിവ് പോലും മുന്നോട്ട് വെക്കാൻ സാധിക്കാതെ സാധു പാസ്റ്റർ കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ പ്രവാചകന്റെ അധ്യാപനം, അതായത് മുഹമ്മദിൻ്റെ, എനിക്ക് അദ്ദേഹം പ്രവാചകനൊന്നുമല്ല, മുഹമ്മദിൻ്റെ അധ്യാപനമോ അദ്ദേഹത്തിൻ്റെ ജീവിതമോ ഇന്നുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയാക്കാനാവില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ മുമ്പോട്ട് വച്ചു. അത് സത്യമാണ്. അത് തെളിയിക്കാൻ ഞാൻ പാടുപെട്ടത്. എന്തിനു പാടുപെടണം? ഇതാ പിടിച്ചു, ഇപ്പോൾ ഒരു തെളിവ് പിടിച്ചു, ഒരു തെളിവ് അങ്ങ് തരാം. അതായത് തെളിവ് തരേണ്ട ബാധ്യത എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങളാ പറയേണ്ടത്. നിങ്ങൾ പ്രവാചകനെ അനുകരിച്ച് ജീവിക്കുന്നു എന്ന് തെളിവോടെ പറയേണ്ടത് നിങ്ങളാണ്. എങ്കിലും ഞാൻ പറയാം. ഇപ്പം നമ്മുടെ വിവാദ വിഷയം എന്താ? ഒരു വീട്ടിലെ ഒരു സ്ത്രീയെ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത വിധം ഒരു സംവിധാനം ഉണ്ടാകേണ്ടതിന് 10 തവണ അവരെ, ആ വരുന്ന പുരുഷനെ മുലയൂട്ടിയാൽ മതി. അത് പിന്നെ 5ആയിട്ട് അള്ളാഹു ഭേദഗതി ചെയ്യുന്നുണ്ട്. അത് ഞാൻ പിന്നെ പറയാം. അപ്പം നിങ്ങൾ ഇന്നത് പാലിക്കുന്നില്ല, അത് പാടെ ഒഴിവാക്കി, സ്പൂണ് വെച്ചാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് നിങ്ങൾ ചെയ്യുന്നില്ല. ഇത്തരം കാര്യം പറയുന്നത്. മുഹമ്മദ് ജീവിച്ചതുപോലെ നിങ്ങൾക്ക് ലോകത്തെവിടെയും ജീവിക്കാൻ സാധിക്കില്ല എന്നതിന് തെളിവല്ലേ നിങ്ങളുടെ ജീവിതം? അതിന് ഞാനെന്തിനാ പണിപ്പെടുന്നേ? എന്നാൽ നിങ്ങളൊന്ന് പണിപ്പെട്ട് മുഹമ്മദ് ജീവിച്ചോലും ജീവിക്കും. കൊടുത്തോട്ടം അങ്ങനെ അല്ല. ഇതാ ഞങ്ങൾ ജീവിക്കുന്നു മുഹമ്മദ് ജീവിച്ചതുപോലെ. ധൈര്യമുണ്ടോ 6 വയസ്സുകാരിയെയും 60 വയസ്സുകാരിയെയും കൂടെ ഒരുമിച്ച് ഭാര്യയാക്കാൻ? ധൈര്യമുണ്ടോ ഈ സ്വന്തം ഭാര്യയുടെ വീട്ടിൽ വെച്ച് ഈ വേലക്കാരി പെണ്ണിനെ സ്വന്തമാക്കാൻ? ധൈര്യമുണ്ടോ ഒരു തോട്ടത്തിൽ വെച്ച്, സൗത്ത് എന്ന തോട്ടത്തിൽ വെച്ച് അദ്ദേഹം അങ്ങാടിപ്പയ്യ എന്ന വിളികേട്ട അവസ്ഥ പോലെ ഒരു നവിചര്യ അനുഷ്ഠിക്കാൻ ധൈര്യമുണ്ടോ?
അദ്ദേഹം ചെയ്തു വെച്ച ഹീനകൃത്യങ്ങൾ ഒരു പരമ്പര ഞാൻ നിങ്ങൾക്ക് തരാം. അതുപോലെ നിങ്ങൾക്ക് ജീവിക്കാമോ? പറയാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സോക്രട്ടീസ് ജീവിച്ച പോലെ ലോകത്തെവിടെ ഇപ്പം ജീവിക്കാം. മഹാത്മജി ജീവിച്ച പോലെ ലോകത്തെവിടെയും ജീവിക്കാം. നിങ്ങൾക്ക് നാരായണ ഗുരുവിനെ പിൻപറ്റി ലോകത്തിൽ എവിടെയും ജീവിക്കാം. ആദർശധീരനായ സിസറോയെ പിൻപറ്റി നിങ്ങൾക്ക് ലോകത്തിലെവിടെയും ജീവിക്കാം. പ്ലേറ്റോയെ പോലെ, അരിസ്റ്റോട്ടലിനെ പോലെ ഒക്കെ ജീവിക്കാം. മുഹമ്മദിനെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് ആണത്തമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, ചങ്കുറപ്പോടെ വന്നിട്ട് പറഞ്ഞാൽ പോരാ, കാണിച്ചു തരാം. എന്നിട്ടേ ഇതിനൊരു ഉത്തരം കൊടുത്താ. ഇതാ മുഹമ്മദീസ നമ്മളുടെ ഹംസയുടെ വീട്ടിൽ ചെന്ന് അവിടെ ഒരു മാതാവിനെ കണ്ടെത്തുന്നു. ഒരാളിൽ ഒരു മാതാവിനെ കണ്ടെത്തണം. അല്ലെങ്കിൽ തിരിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ അമ്മയായി കാണാം. വിവാഹബന്ധത്തിലേർപ്പെടാത്ത ഒരു നിഷിദ്ധ ബന്ധം ഉണ്ടാകേണ്ടതിന് അമ്മയായി കാണാൻ വേണ്ടി, ഉമ്മയായി കാണാൻ വേണ്ടി ഇന്ന് ഈ സക്ലിംഗ് എന്ന ഏർപ്പാടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളോട് നിർത്തിക്കളയാൻ മുഹമ്മദ് പറഞ്ഞോ, അല്ല പറഞ്ഞോ? ഇത് ഖുറാനിലെ ആയത്തല്ലേ, അല്ലാതെ ചുമ്മാ ഞാൻ പറഞ്ഞാണോ? ഖുറാനിലെ ആയത്താണ്. ഇപ്പോഴത്തെ ഖുറാനിലില്ല. അതിൻ്റെ കാരണം മറ്റുള്ള അക്രൈസ്തവരായ ആൾക്ക് വേണ്ടി ഞാൻ പിന്നീട് തെളിവ് തരാം. ഇവർക്കിതൊക്കെ അറിയാമെങ്കിലും നമ്മുടെ കൊച്ചു ഗള്ളന്മാർ ഇത് മിണ്ടാതൊക്കെ ഇരിക്കും. നിങ്ങൾ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല. ഇനി നമുക്ക് ബാക്കി കൂടി ഒന്ന് പരിശോധിക്കാം. അദ്ദേഹം ഉന്നയിച്ചത് ആകട്ടെ പ്രസവിക്കാത്ത ആയിഷ ബീബി എങ്ങനെ മുലപ്പാൽ കൊടുത്തത് എന്നുള്ള ചോദ്യമാണ്. ആയിഷ ബീബി തൻ്റെ സ്വന്തം പാല് കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാൻ അക്ഷരവായന പണ്ഡിതനായ പാസ്റ്റർ ഇസ്ലാമിക് ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പിന്നെ ഞാനിത് എവിടുന്ന് പറയണം? ഇത് ഉദ്ധരിക്കാതെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളമാണ്, പീറഹദ്ദീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടികളാണ് ഇപ്പോൾ പറയാം ഇസ്ലാമിക് ഗ്രന്ഥം ഉദ്ധരിക്കുന്നതാണ്. അക്ഷരവായന പിന്നെ നിങ്ങൾ വേറെന്താണ് വായിക്കുകയാണോ? നിങ്ങൾ ഈ മലക്ക് കൊടുത്തു എന്ന് പറഞ്ഞ സാധനം വെട്ടി വിഴുങ്ങുന്നവരല്ലേ? ഇതെല്ലാം അറബി കേട്ടേച്ച് നേരാ നിർത്തിരിക്കുന്ന ആൾക്കാരല്ലേ? പിന്നെ അക്ഷരമല്ല വേറെന്താ നിങ്ങൾ വായിക്കുന്നത്? അടുത്തത് അക്ഷരവായന പണ്ഡിതൻ എന്ന് വിളിച്ചല്ലോ, നന്ദി, നല്ല കാര്യം. ഹലോ, അത്രയും നിങ്ങൾ സമ്മതിച്ചല്ലോ. ഇനി ഇവിടെ അക്ഷരവായന പണ്ഡിതനായ പാസ്റ്റർ പറയുന്നത് പ്രസവിക്കാത്ത ആയിഷ സ്വന്തം മുലപ്പാൽ കൊടുത്തു എന്നാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ആ അർത്ഥത്തിലും പറഞ്ഞിട്ടില്ല. പ്രസവിക്കാത്ത സ്ത്രീക്ക് മുലപ്പാൽ ഉണ്ടാവുക സാധ്യമല്ലെന്ന് ശാസ്ത്ര പഠന ഏകദേശമുള്ള ഒരാൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആയിഷ ബീവി മുലപ്പാൽ കൊടുത്തു എന്ന് ഞങ്ങൾ കരുതുന്നേയില്ല. പിന്നെ എന്ത് നടന്നു പറയാവോ? ഈസ സ്പൂണ് വേണമായിരുന്നോ? സ്പൂൺ ഉപയോഗിച്ചോ? എന്താ അവിടെ സംഭവിച്ചതെന്ന് മുഹമ്മദ് ഈസയ്ക്ക് നന്നായിട്ടറിയാം, ഹംസയ്ക്കും അറിയാം. നമ്മുടെ പുഞ്ചിരി കൊണ്ട് പുഞ്ചിരി അല്ലല്ലോ, അലറിച്ചിരിക്കുന്ന ആ ചിരി കൊണ്ട് പ്രസിദ്ധനായ അനിൽ മുഹമ്മദിനും അറിയാം, അബ്ദുള്ള സാഹിബിനും അറിയാം, അക്ബർ സാഹിബിനും അറിയാം. കൊച്ചു കള്ളന്മാർ ഒന്നും അറിയാത്ത പോലെ ഇരിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല പാൽ കൊടുത്തു എന്ന്. പാൽ കൊടുത്തില്ലെങ്കിൽ പിന്നെന്തായിരിക്കും? ഇവിടെ എഴുതി വെച്ചിരിക്കില്ലേ? ഹദീസല്ലേ ഞാൻ വായിച്ചത്, സ്വഹീഹായ ഹദീസ്. അപ്പോൾ ഇവർ പറയുക, അനിൽക്കുടത്തോടം പറയുന്നു, സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, മുലപ്പാൽ നേരിട്ട് ഈ ആയിഷ ചില പുരുഷന്മാർക്ക് കൊടുത്തു എന്ന് എനിക്ക് സ്ഥാപിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം പ്രസവിക്കാത്ത സ്ത്രീക്ക് മുലപ്പാലില്ല. അത് നേരിട്ട് ഇല്ലാത്ത മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് തഫ്സീറൊന്നും വേണ്ട, സാമാന്യ ബുദ്ധി എന്നുണ്ട്. അത് ഞങ്ങളുടെയൊക്കെ നാവിൽ നിങ്ങൾ വെറുതെ കേൾക്കില്ലേ? ഇതാ പറഞ്ഞത്, നിങ്ങൾ വെറുതെ ഇരുന്ന ക്രൈസ്തവരെ ചൊറിഞ്ഞൊറിഞ്ഞ് പണി മേടിച്ചിട്ട് ഇപ്പോൾ ഊരാൻ പാടുപെടുക, എന്നിട്ട് പോയിരിക്കുക ബഹിരാകാശത്തേക്ക്. ഉത്തരം വന്നില്ല. ഇതിപ്പോഴൊക്കെ വേണോ? ഞങ്ങൾ ഉത്തരം തരികയും ചെയ്യും, കൂടെ 2 കഴുക്കൂലിയുടെ തോളെ വെച്ച് തരും. ഇതായിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ചോദിച്ചുകൊണ്ടാണ്, ചോദിക്കുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ശീലം. അപ്പോൾ ഇനിയും ബാക്കി കേട്ടു. അദ്ദേഹത്തിന് പ്രസവിക്കാത്ത ആയിഷ ബീവി എങ്ങനെയാണ് മുലപ്പാൽ കൊടുത്തതെന്നുള്ള ചോദ്യമാണ് ആയിഷ ബീവി തൻ്റെ സ്വന്തം പാല് കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാൻ, ആയിഷ ബീവി തൻ്റെ സ്വന്തം പാല് കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാൻ, അതല്ല ആയിഷ ബീവിക്ക് വേണ്ടി വേറെ ആരാണ്ട് മുല കൊടുത്തു എന്നാണോ? പാലില്ലാത്ത ഈ സ്ത്രീയെ ഇതെങ്ങനെയൊക്കെ സംഘടിപ്പിച്ച് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്ന പുള്ളിക്ക് കൊടുത്ത് അമ്മയാക്കിയെന്നാണോ? ആണെങ്കിൽ പറഞ്ഞ സംശയം തീർന്നില്ലേ? ഇത് വിവരക്കേട് ചോദിക്കുകയാണോ? എന്നോട് ചോദിക്കുകയാണോ? ഇതെന്താണെന്ന് പറയൂ സാറേ.
ഏതായാലും മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല, അപ്പോൾ അടുത്ത വീട്ടിൽ ചെന്ന് മേടിച്ചോ, എങ്കിൽ അവരല്ലേ അമ്മയാകുന്നേ. അല്ലെങ്കിൽ നബിയുടെ മറ്റൊരു ഭാര്യയോട് പറഞ്ഞോ ഇങ്ങനൊരു തൽക്കാലത്തേക്ക് ഒരു സഹായം ചെയ്യണം, അപ്പോൾ അവരല്ലേ അമ്മയാകും. തന്നെയല്ല അവർ വിസമ്മതിച്ചു എന്നൂടെ പറയാണ്, അവരിതിനൊന്നും കൂട്ടുന്നില്ല. അപ്പോൾ നിങ്ങളല്ലേ പറയേണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ വിവരക്കേട് എങ്ങനെ ആകും? നിങ്ങൾ മദ്രസ കുട്ടികൾക്കെങ്കിലും പറഞ്ഞുവിട്, സൂക്ഷിച്ച് പറഞ്ഞു കൊടുക്കണേ, അല്ലെങ്കിൽ ഒത്തിരി അപകടം ഉണ്ടാവും. എന്തെങ്കിലും ഒരു വിമർശനം മുഹമ്മദ് ഈസയ്ക്കെതിരെ ഉന്നയിക്കാതെ ഇനി മുന്നോട്ട് പോവുക പ്രയാസമാണെന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തെ ഈ വീഡിയോ ചെയ്യുവാൻ നിർബന്ധിതമാക്കിയത്. ഞാൻ നിങ്ങൾക്ക് അന്തസ്സില്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വന്നൊരു ശീലമുണ്ട്. ഞങ്ങളോട് 3 ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം പറഞ്ഞു. തൃപ്തികരമായില്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ്സിലാണ് നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് മറുപടി ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞ് ആ വീഡിയോയെ ആധാരമാക്കി പുതിയ വീഡിയോ ചെയ്തിട്ട് നാളിതുവരെ ഉത്തരം തന്നില്ല, നാളിതുവരെ മിഷണറിമാർ ഉത്തരം തന്നില്ല എന്ന് മുഹമ്മദ് ഈസ പുലമ്പുമ്പോൾ അടിമകളായ പാവങ്ങൾക്കത് വിശ്വസിക്കാൻ ധാരാളം മതി. കാരണം മദ്രസയിൽ പഠിച്ചവരാണ്. അതാണ് എൻ്റെ കാരണം. ഞങ്ങൾക്ക് അങ്ങനെ അന്തസ്സ് കെട്ട പരിപാടിയില്ല. ഉത്തരം ഞങ്ങൾ പണ്ടേ പറഞ്ഞു. മനസ്സിലായല്ലോ? ഇനി ഒരു മറുചോദ്യം വരുന്നത് എന്താണെന്നറിയണ്ടേ? നിങ്ങൾ പണ്ട് പഠിപ്പിച്ച സ്പൂണ് വിഷയം തെറ്റാണെന്ന് സ്ഥാപിക്കാനാണ് ഈ വിഷയം ഇതിനകത്ത് വെക്കുന്നത്. അല്ല, മുഹമ്മദ് ഈസയോട് എന്തെങ്കിലും അല്ലല്ലോ പറഞ്ഞു, തെളിവ് വെച്ചേ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. ഈ തെളിവിന് നിങ്ങൾക്കാണ് മറുപടി ഇല്ലാത്തത്. ഇനി അതിനുവേണ്ടി അദ്ദേഹം എന്തിനു വേണ്ടിയാണ് മുലകുടി ബന്ധം സ്ഥാപിക്കുന്നത് എന്ന് ചിന്തിക്കാതെയാണ് ആ വിമർശനം ഉന്നയിക്കുന്നത്. എനിക്കറിയാം, ഒരു വീട്ടിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീയെ ഒരു പുരുഷൻ വിവാഹം കഴിക്കാതിരിക്കാൻ, ചിലതരം ബന്ധങ്ങൾ നിഷിദ്ധമാക്കാൻ വേണ്ടി ആ സ്ത്രീ ആ പുരുഷൻ ആ സ്ത്രീയിൽ നിന്ന് 10 തവണ സക്ലിംഗ് നടത്തണം. അത് 5 ആക്കി പിന്നെ ഇദ്ദേഹം കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വയ്ക്കാം. അങ്ങനെ തന്നെയെന്നും അത് ഖുറാനിലുള്ളതാണെന്നും ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ബാക്കി ഞാൻ നിങ്ങളെ വായിച്ചു. സ്വഹീഹ് മുസ്ലിം 1452 സ്വഹീഹായ ഹദീസ്. ആയിഷ, Allah be pleased with her, reported that it had been revealed in the Holy Quran that 10 clear sucklings make the marriage unlawful. Then it was abrogated and by 5 sucklings, and Allah's apostle may peace be upon him died, and it was before that time found in the Holy Quran and recited by the Muslims. ഇത് മനസ്സിലായിക്കാം. ഞാനതിൻ്റെ മലയാളം ഒന്ന് പറയാം. ആയിഷ റിപ്പോർട്ടഡ് ദാറ്റ് ഇറ്റ് ഹാഡ് ബീൻ റിവീൽഡ് ഇൻ ദ ഹോളി ഖുറാൻ. ഖുറാനിൽ ഇങ്ങനെയായിരുന്നു വെളിപ്പെടുത്തിയിരുന്നത്. ദ 10 ക്ലിയർ സക്ലിംഗ് മേക്ക് ദ മാരേജ് അൺലോഫുൾ. അതായത് 10 തവണ സക്ലിങ്സ് നടത്തിയാൽ, മുല കുടിച്ചാൽ മാരേജ്, വിവാഹം നിയമവിരുദ്ധമാകും, നടക്കാതെ വരും, നിയമാനുസൃതമല്ലാതെയാകും. ദെൻ ഇറ്റ് വാസ് അബ്രോഗേറ്റഡ്. ഇത് പിൽക്കാലത്ത് ബൈ 5 സക്ലിങ്സ് 5 ആക്കി ചുരുക്കി. 10 എന്നുള്ളത് അള്ളാഹ് 5 ആക്കി ചുരുക്കി. അള്ളാഹ്ക്ക് ആദ്യം എഴുതിയപ്പോൾ തോന്നി ഒരിക്കട്ടൊരു ഭേദഗതി, അള്ളാഹു കരുണാമയനാണല്ലോ, അതുകൊണ്ട് 10 എന്നുള്ളത് 5 ആക്കി. ആൻഡ് അള്ളാഹ് അപ്പോസ്റ്റൽ died, and it was before that time found in the Holy Quran and recited by Muslims. അള്ളാഹുടെ അപ്പോസ്തലൻ മരിക്കും മുമ്പ് ഇത് ഹോളി ഖുറാനിൽ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ അത് ഉദ്ധരിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് സ്വഹീഹായ ഹദീസാണ്. എന്നാൽ ഇത് ആട് തിന്നു പോയി എന്നാണ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. ആട് തിന്ന ആയത്തിൻ്റെ ഭാഗമാണ് ഇത്. ആയത്താണ്, വെറും ഹദീസ് അല്ല എന്നോർക്കണം. ആട് ഇത് തിന്നാനുള്ള ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ അള്ളയ്ക്ക് വിവരമില്ലായിരുന്നു, മുഹമ്മദിനും ഇല്ലായിരുന്നു. മുഹമ്മദിന് വേറെ ചില താല്പര്യങ്ങളുണ്ടായിരുന്നു ഇതിലൊക്കെ. അപ്പം ആടിന് വിവരം ഉണ്ടായിരുന്നു. എൻ്റെ മുഹമ്മദ് ഈസ, എൻ്റെ ഹംസ, എൻ്റെ അനിൽ മുഹമ്മദ്, നിങ്ങളെക്കാളൊക്കെ വിവരം ഈ ആടിനുണ്ടായിരുന്നു. ആടിതങ്ങ് തിന്ന് ഈ തോലിൽ എഴുതി വെച്ചതോ ഈന്തപ്പനയുടെ വടലിൽ എഴുതി വെച്ചതോ ആയ സാധനം ആട് തിന്ന് തീർത്തെന്ന്. അങ്ങനെ ആടായത്ത് തിന്നപ്പോഴേക്കും ആടിൻ്റെ വിവരം നിങ്ങൾക്കില്ലാതെ പോയി. കാരണം ഇല്ലായിരുന്നെങ്കിൽ ഈ ഖുറാൻ ഓതിയിട്ട് ഈ മൗലവിമാരെല്ലാം എന്ത് ചെയ്തേനെ? ഇതേ കാര്യം നിർബന്ധിക്കലേ, എന്തോരവസ്ഥയായിരിക്കും. അപ്പം ആടിന് കുറേ വിവരം ഉണ്ടായിരുന്നു. ആടിന് തോന്നി ഇതിവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നോക്കണേ, പരമകാരുണ്യവാൻ്റെ വചനം ഒരാടെങ്ങനെ ഇല്ലാതെ ചെയ്തു നിങ്ങളെന്ന് ആലോചിച്ചാൽ അന്ന് പോലെ ആയിരിക്കും ഈ സുഹൃത്തുക്കൾക്ക് പലർക്കും ആടിനെ കണ്ട അതിനെ തിന്നണം എന്നൊരു തോന്നൽ വന്നത്. ഏതായാലും ആടിൻ്റെ വിവരമെങ്കിലും നിങ്ങൾക്കുണ്ടാകാൻ
ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ആടി കാര്യം ചെയ്തത് വലിയ ഉപകാരപ്പെട്ടില്ലേ? ഇല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് നിങ്ങളുടെ ഒരു സുഹൃത്ത് വന്നാൽ അവൻ അനാവശ്യമൊന്നും കാണിക്കാതിരിക്കാൻ ആദ്യം എന്ത് ചെയ്യും? ഇപ്പോൾ ഈ സ്പൂണിൻ്റെ കാര്യം മുഹമ്മദ് ഇസ പറഞ്ഞാൽ നമ്മളെല്ലാം അറിയുന്നു. ഇല്ല എങ്കിൽ സ്പൂണില്ലാതെയും സ്പൂണോടുകൂടെയും നമ്മൾ പറയില്ലേ, ഈ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ പറയുമ്പോൾ തേങ്ങാതൊണ്ടില്ലാതെ എന്ന് പറഞ്ഞ പോലെ സക്ലിങ് സ്പൂണോടുകൂടെ, സക്ലിങ് സ്പൂണില്ലാതെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടി വന്നേനെ. ഏതായിരുന്നാലും ആടിൻ്റെ വിവരം. അപ്പോൾ ആടിനെ നമുക്ക് കൃത്യമായിട്ട് നോക്കി ഒന്ന് സുജൂദ് ചെയ്യാം. ബിഗ് സല്യൂട്ട് ആടിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. പ്രിയപ്പെട്ട നമ്മുടെ മുസ്ലിം സഹോദരിമാരെ ഇത്തരം പ്രയാസ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിച്ച, അള്ളാഹുവിനേക്കാൾ വിവരം കാണിച്ച ആയിഷയുടെയോ ഹഫ്സയുടെയോ ആട് അഭിനന്ദനം അർഹിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ ഭംഗ്യന്തരേണ ഓർമ്മപ്പെടുത്തട്ടെ. ശരി, അപ്പോൾ നമ്മുടെ വായനാ ഭാഗം തുടരുന്നു. ആയിഷ ബീവി സ്വന്തം മുലപ്പാൽ കൊടുത്തു എന്ന് വരുത്തി തീർക്കുവാൻ അദ്ദേഹം പ്രവാചകന്റെ മറ്റ് പത്നിമാർ ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നതിനെ ഉദ്ധരിക്കുകയും ശേഷം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന കസർത്ത് കൊണ്ട് വിമർശനം ഉന്നയിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹം തന്നെ വായിക്കുന്ന എന്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകൻ ഈ കാര്യം ചെയ്യാൻ പറഞ്ഞത് എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആയിഷ ബീബി മുലപ്പാൽ നേരിട്ട് കൊടുത്തു എന്ന് ആരോപണം ഉന്നയിക്കുമായിരുന്നില്ല. എനിക്കങ്ങനെ ഒരു ആരോപണം ഇല്ല കേട്ടോ. ഇനി ആരോപണമല്ല, ഒരു സംഭവത്തിൻ്റെ നിജസ്ഥിതി നമുക്കറിയാം. പ്രസവിക്കാത്തൊരു സ്ത്രീ, അവർക്ക് മറ്റൊരു പുരുഷന് മുലപ്പാൽ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അവിടെ സ്പൂണിൻ്റെ ആവശ്യം പിന്നെ വരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ എന്ത് ചെയ്തു എന്ന് നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളിവിടെ തെളിച്ചു പറയുന്നില്ല. അതോ മുലപ്പാൽ വേറെ എവിടെന്നെങ്കിലും സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് കൊടുക്കുകയാണോ? ഇത് ഞാൻ ചിന്തിക്കണമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ നോക്കും? ഞാനാണോ ചിന്തിക്കേണ്ടത്? ഇത് ഞാൻ ഇറക്കിയ ആയത്താണോ? ഞാൻ ഇത്രയും വിവരം കേട്ട ആയത്തിറങ്ങും? എനിക്കറിവും വിവരമൊക്കെ ഒത്തിരി ഇതാണെങ്കിലും ഇത്തരം അനാവശ്യമൊന്നും ഞാൻ അടിച്ചിറക്കി വിടത്തില്ല. എനിക്കതിനുള്ള ബോധമൊക്കെ ഉണ്ട്. സാമാന്യ ബോധം മതി. മാത്രമല്ല, ഇത് വിവരക്കേടാണെന്ന് ധരിക്കാനുള്ള അറിവും എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇതെന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്ക്. നിങ്ങൾ ചിന്തിച്ചാൽ ഊറി ചിരിക്കും. കഷ്ടം, നാണക്കേട്, എന്തൊരു മോശം. ഇതൊക്കെയാണോ നിങ്ങൾ പവിത്രമെന്ന് കരുതി ഞങ്ങളുടെ എല്ലാം മുമ്പിൽ കൊണ്ടുവന്ന കിതാബ്? ഹംസയെ മോശമായിപ്പോയില്ലേ? മുഹമ്മദ് ഈസയെ നാണക്കേടായിപ്പോയില്ലേ? അനിൽ മുഹമ്മദെ കരയാൻ തോന്നുന്നുണ്ടോ? നാണം കെട്ട കാര്യങ്ങൾ. ആയിഷ, പ്രസവിക്കാത്ത ആയിഷ എങ്ങനെ മുലപ്പാൽ കൊടുത്തു എന്ന് നിങ്ങളല്ലേ സുഹൃത്തെ പറയേണ്ടത്? ശരി, നമുക്ക് ബാക്കിയിലേക്ക് പോകാം. അതെങ്ങനെ സാധിക്കും? അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് ഇസ്ലാം വിമർശനം എന്നല്ലാതെ സാഹചര്യങ്ങൾ കൊണ്ട് വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക അല്ലല്ലോ ഉദ്ദേശം. മറ്റൊന്ന്, അദ്ദേഹം ഉന്നയിക്കുന്നത് ആയിഷ ബീബി സ്വന്തം പാൽ കൊടുത്തു എന്നുള്ളതാണ്. ഉന്നയിക്കുവാൻ ഏത് ഗ്രന്ഥത്തിലാണ് അങ്ങനെ ഒരു പരാമർശമുള്ളത്? ആയിഷ മുലപ്പാൽ കൊടുത്തു എന്നുള്ള ആ ഹദീസ് നമ്മൾ വായിച്ചു കൽപ്പിച്ചത്. ഇദ്ദേഹം ചോദിക്കുക ഏത് ഗ്രന്ഥത്തിലാണ് അതുള്ളത്? ആ ഗ്രന്ഥത്തിലുള്ളത്. അല്ല പിന്നെ ബന്ധത്തിൽപ്പെട്ടവരാന്ന് പറയണോ? ആരുടെയാന്ന് നിങ്ങൾ പറഞ്ഞ ഉത്തരവായില്ലേ? നിങ്ങളങ്ങ് പറ, ആയിഷ ഇതെങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? എൻ്റെ അറിവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളല്ലേ പറയണ്ടേ? ഗ്രന്ഥം ഉദ്ധരിക്കുന്നില്ലെന്ന്. ആയിഷ മുലപ്പാൽ കൊടുത്തത് കൃത്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉദ്ധരിച്ചതാണ്. അപ്പോൾ അത് വിമർശിക്കുവാൻ വേണ്ടി അക്ഷരവായന നടത്തുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധങ്ങളല്ലേ താങ്കളുടെ ഈ ചോദ്യങ്ങൾ? എൻ്റെ ചോദ്യത്തിൽ ഒരബദ്ധവും ഇല്ല. മറിച്ച് അവിടെ നടന്ന സംഭവം ഞാൻ അക്ഷരാർത്ഥത്തിൽ പറയുന്നു എന്നതൊഴിച്ച് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഈ ഒരു വിഷയത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത്തരത്തിലെ പ്രചാരവേലയിൽ നിന്ന് പിൻവാങ്ങണം. ഇനി നമ്മുടെ ഈ ചർച്ചയ്ക്കെല്ലാം ആധാരമായിട്ടുള്ള ഒരു പ്രശ്നം മുഹമ്മദ് ഈസ ഉന്നയിച്ചത് നമ്മൾ കണ്ടു. അത് 3 ചോദ്യം എന്നോട് ചോദിച്ചു. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ഞാൻ ഇത്യാദി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാതെ ഇതിൽ പുതുമയോ വ്യത്യാസമോ ഒന്നുമില്ല. പഴയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന നിലയിലാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന കാര്യങ്ങൾക്ക് തെളിവ് കൊടുക്കാതെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു തെളിവ് കൂടെ ഞാനിട്ട് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ ഈ പറയുന്ന തരത്തിലൊന്നുമല്ല. സഹീഹ് മുസ്ലിം 1451A ഉമ്മൽ ഫാദി റിപ്പോർട്ടഡ്, എ ബെദൂബിയൻ came to Allah's apostles, and peace be upon him, when he was in my house, and said, Allah's apostle, I have had a wife, and I married another besides her.
and my first wife claimed that she had suckled once or twice my newly married wife. Thereupon Allah's apostle, may peace be upon him, and one suckling or two do not make the marriage unlawful. അതായത് ഒരു ബെഡൂവിയൻ, ഒരു അപരിഷ്കൃതൻ, കാട്ടറബി, അയാൾ അള്ളാഹുടെ അപ്പോസ്റ്റലിൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, when he was in my house and such, Allah's apostle, I have got a wife and I married another besides her. എനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവളെ കൂടാതെ ഒരു കല്യാണം കൂടെ കഴിച്ചു. And my first wife claimed that she had suckled once or twice my newly married wife. എൻ്റെ ഇപ്പോൾ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ആളിനെ എൻ്റെ ഭാര്യ പണ്ട് ഇങ്ങനെ മുലപ്പാൽ കൊടുത്ത ആളാണ്, അതുകൊണ്ട് ഇത് അൺലോഫുൾ ആകും. അപ്പോൾ അള്ളാഹുടെ അപ്പോസ്തലൻ പറഞ്ഞു, അങ്ങനെയല്ല, ഒന്നോ രണ്ടോ തവണ ഇങ്ങനെ കൊടുത്തു എന്നോർത്ത് ഇത് അൺലോഫുൾ ആവില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയ അറേബ്യൻ ജനസമൂഹങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നായിരുന്നു. അപ്പോൾ മുഹമ്മദ് ഈസ പറയുന്ന പോലൊന്നും അല്ല ഇതിൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഒടുവിലായി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, അതൊന്നും ഇവർ കണ്ടതായി പോലും നടിക്കുകയില്ല. ഏതാ ഈ ബഹിരാകാശത്ത് പോയ പുള്ളി ഉത്തരം തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കഴുക്കോല് തലയിൽ വെച്ച് കൊടുത്താലും അത് പറയും ഉത്തരം തരൂ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. പാവത്ത നിങ്ങളൊക്കെ പോയി അകപ്പെട്ട ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങളൊന്ന് പറയൂ, എങ്ങനെയാണ് മുഹമ്മദ് ഈസയെ ഹംസയൊക്കെ ഇക്കാലഘട്ടത്തിൽ നിങ്ങളുടെ ഇസ്ലാമിക ജീവിതത്തിൽ ഈ മുലകുടി ഹദീസ് ആചരിക്കുന്നത്? മുലകുടി ബന്ധത്താൽ മുഹമ്മദ് ഈസയ്ക്ക് വിവാഹം നിഷിദ്ധമാക്കിയ ഏതെങ്കിലും ഏർപ്പാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്തിയിട്ടുണ്ടോ? നടത്താൻ നിങ്ങൾ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുമോ? നിങ്ങൾ ഇത്തരം അധ്യയനങ്ങൾ ഇപ്പോഴും തുടരുമോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉണ്ടോ എന്ന് പറയുക, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഇതെൻ്റെ വിവരക്കേടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. എനിക്കതിൽ സന്തോഷം. കാരണം ഞാൻ ചോദിക്കുന്ന സകല ചോദ്യങ്ങളും വിവരക്കേടായി നിങ്ങൾക്ക് തോന്നുന്നത് ഉത്തരമില്ലാത്തതുകൊണ്ടാണ്. ഇനി എന്നെങ്കിലും ബഹിരാകാശത്തുനിന്ന് താഴേക്കിറങ്ങാൻ ഒരവസരം ആ പരമകാരുണ്യവാൻ മുഹമ്മദ് ഈസയ്ക്ക് തരുമെങ്കിൽ ഞാൻ വീണ്ടും ഇതേ ചോദ്യം ചോദിക്കും. കൃത്യം ഉത്തരം വരില്ല എന്ന് എനിക്കറിയാം. അടുത്തത് നിങ്ങൾ ഉരുണ്ടുകൊണ്ടേയിരിക്കും. ഉരുളാനുള്ള നിങ്ങളുടെ അവകാശം അള്ളാഹു നിങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഒരു ദുർവിധിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.